പ്രവാസികൾ കാത്തിരിക്കുന്ന വാർത്തകൾ തന്നെ UAE ഓരോ ദിവസവും മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കാണ് UAE-യെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവന്നത്. അതായത് ലോകരാഷ്ട്രങ്ങളെ മുൻനിർത്തി നടത്തിയ സർവേയിൽ UAE ആണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന രാജ്യമായി മാറിയത്. ഇതെല്ലാം തന്നെ UAE-യെ മാറ്റുളവാക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി എത്തിയിരിക്കുന്നു. അതെ, പ്രവാസികൾക്കായാണ് ഈ വാർത്ത. സെപ്റ്റംബർ 1 മുതൽ UAE വിസ അനുവദിക്കുന്നത് ഉദാരവും വിപുലവുമാക്കുകയാണ്. അതായത് സന്ദർശക, തൊഴിൽ, ദീർഘകാല വിസകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രവേശനാനുമതികളും താമസ വിസ വ്യവസ്ഥകളും പരിഷ്കരിക്കാനുള്ള ഏപ്രിൽ പകുതിയോടെ കൈക്കൊണ്ട UAE മന്ത്രിസഭാ തീരുമാനമാണ് അടുത്ത മാസം പ്രാബല്യത്തിലാകുന്നത്. ചിലത് ഇതിനകം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന് വിസ കാര്യവിദഗ്ധൻ മുഹമ്മദ് സയ്യിദ് സൈഫ്, റാഷിദ് അൽ നഖ്ബി, ബിസിനസ് കൺസൾട്ടന്റ് ഇക്ബാൽ മാർക്കോണി എന്നിവർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ സന്ദർശകർക്ക് ഒരു ആതിഥേയനോ സ്പോൺസറോ ആവശ്യമില്ല എന്നതാണ് പ്രധാന സവിശേഷത. സന്ദർശനത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്ന വ്യത്യസ്ത കാലയളവുകൾ സന്ദർശക വിസകൾ വാഗ്ദാനം ചെയ്യുന്നു. UAE ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമായി പരിവർത്തനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം എന്നത്. തൊഴിൽ വിസകളുടെ പ്രധാന മാറ്റം ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്ക് ദീർഘകാല വിസ നൽകുമെന്നതാണ്. UAE ചരിത്രത്തിലെ ഏറ്റവും വലിയ എൻട്രി റെസിഡൻസി പരിഷ്കാരമാണിത്. UAE-യിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ പ്രവാസികൾക്കും ഇവ പ്രയോജനം ചെയ്യും. UAE-യിൽ ദീർഘകാല സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും ആകർഷകമാകും. മാറ്റങ്ങൾ UAE-യെ കൂടുതൽ നിക്ഷേപ സൗഹൃദ രാജ്യമാക്കി മാറ്റുമെന്നാണ് ഇതിലൂടെ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 വർഷത്തെ മൾട്ടി ടൂറിസ്റ്റ് എൻട്രി വിസയാണ്. 5 വർഷത്തെ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ വിസയ്ക്ക് ഒരു സ്പോൺസർ ആവശ്യമില്ല. കൂടാതെ 90 ദിവസം വരെ UAE-യിൽ താമസിക്കാൻ വ്യക്തിയെ അനുവദിക്കുന്നുണ്ട്. ഇത് 90 ദിവസത്തേക്ക് കൂടി നീട്ടാം. ഈ ടൂറിസ്റ്റ് വിസയിൽ ഒരാൾക്ക് പരമാവധി 180 ദിവസം താമസിക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ $4000, അതായത് 14,700 ദിർഹം അല്ലെങ്കിൽ തത്തുല്യ വിദേശ കറൻസിയിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. ബിസിനസ് വിസയാണ് രണ്ടാമത്തേത്. നിക്ഷേപകർക്കും സംരംഭകർക്കും ഒരു സ്പോൺസറോ ആതിഥേയനോ ആവശ്യമില്ലാതെ ബിസിനസ് വിസ സ്വന്തമാക്കാൻ സാധിക്കും. അടുത്തത് ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സന്ദർശിക്കാനുള്ള വിസ. UAE പൗരന്റെയോ താമസക്കാരന്റെയോ ബന്ധുവോ സുഹൃത്തോ ആണെങ്കിൽ ഈ വിസയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. കൂടാതെ താൽക്കാലിക തൊഴിൽ വിസ. പ്രൊബേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പദ്ധതി അധിഷ്ഠിത ജോലി പോലെയുള്ള താൽക്കാലിക തൊഴിൽ നിയമനം ഉള്ളവർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ഒരു താൽക്കാലിക തൊഴിൽ കരാറോ തൊഴിലുടമയിൽ നിന്നുള്ള കത്തോ ഹാജരാക്കേണ്ടതാണ്. പഠന അല്ലെങ്കിൽ പരിശീലനത്തിനുള്ള വിസ. പരിശീലനം, പഠന കോഴ്സുകൾ, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ എന്നിവയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയോ വിദ്യാർത്ഥികളെയോ ലക്ഷ്യമിട്ടുള്ളതാണിത്. പൊതു സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഈ വിസ സ്പോൺസർ ചെയ്യാം. പഠനത്തിന്റെയോ പരിശീലനത്തിന്റെയോ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെയോ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു കത്ത് ഇതിന് ആവശ്യമാണ്. അടുത്തതായി കുടുംബ വിസ. മാതാപിതാക്കൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രമേ ഇതുവരെ സ്പോൺസർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാലോ ഇനി മുതൽ 25 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. വികലാംഗരായ കുട്ടികൾക്കും പ്രത്യേക പെർമിറ്റ് ലഭിക്കും. അവിവാഹിതരായ പെൺമക്കളെ അനിശ്ചിതകാലത്തേക്ക് സ്പോൺസർ ചെയ്യാം. തൊഴിൽ വിസ. തൊഴിലന്വേഷകർക്ക് UAE-യിലെ അവസരങ്ങൾ അടുത്തറിയാൻ ഈ പുതിയ വിസ പ്രയോജനപ്പെടുത്താം. ഈ വിസയ്ക്ക് ഒരു സ്പോൺസറോ ഹോസ്റ്റോ ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച 500 സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡർമാർക്കോ അതിന് തുല്യമായ പുതിയ ബിരുദധാരികൾക്കോ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ നൈപുണ്യ തലങ്ങളിൽ തരംതിരിച്ചിട്ടുള്ളവർക്കും ഇത് അനുവദിക്കും. ഗ്രീൻ വിസ. 5 വർഷത്തെ വിസ ഉടമകൾക്ക് ഒരു സ്പോൺസറോ തൊഴിലുടമയോ ഇല്ലാതെ കുടുംബത്തെ കൊണ്ടുവരാം. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, സ്വയം തൊഴിൽദാതാക്കൾ, ഫ്രീലാൻസർമാർ തുടങ്ങിയവർക്കായി ഈ വിസ ലഭ്യമാണ്. മറ്റ് ആവശ്യതകളിൽ ഒരു ബാച്ചിലേഴ്സ് ബിരുദം ഉണ്ടായിരിക്കണം. കുറഞ്ഞ ശമ്പളം 15,000 ദിർഹവും ഉൾപ്പെടുന്നുണ്ട്. ഗോൾഡൻ വിസകൾ. ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ മികച്ച ജീവിത നിലവാരം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കും നിക്ഷേപകർക്കുമുള്ളതാണ് UAE ഗോൾഡൻ വിസ. റിയൽ എസ്റ്റേറ്റ് വിസകൾ. ഈ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് റിയൽ എസ്റ്റേറ്റിൽ കുറഞ്ഞത് 20 ലക്ഷം ദിർഹം നിക്ഷേപം ആവശ്യമാണ്. മോർട്ടേജ്, ഓഫ് പ്ലാൻ പ്രോപ്പർട്ടികൾ എന്നിവയിലുള്ള നിക്ഷേപകർക്കും അനുവദനീയമാണ്. പൊതുസംരംഭകർക്ക് ഇപ്പോൾ 3 വിഭാഗങ്ങൾക്ക് കീഴിൽ ഗോൾഡൻ വിസ ലഭിക്കുന്നുണ്ട്. 1, രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾക്ക്. 2, SME-യുടെ കീഴിലുള്ളവയ്ക്ക്. 3, വാർഷിക വരുമാനം 10 ലക്ഷം ദിർഹമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതായിരിക്കും. പിന്നാലെ ശാസ്ത്രജ്ഞർ. എമിറേറ്റ്സ് സയൻസ് കൗൺസിലിൽ നിന്നുള്ള ശുപാർശ. ലൈഫ് സയൻസ്, നാച്ചുറൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഉന്നത സർവകലാശാലയിൽ നിന്നുള്ള PhD അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവരെയാണ് ഇതിൽ കണക്കാക്കുന്നത്. അസാധാരണ പ്രതിഭ. കല, സംസ്കാരം, ഡിജിറ്റൽ ടെക്നോളജി, സ്പോർട്സ്, ഇന്നോവേഷൻ, ആരോഗ്യം, നിയമം എന്നീ മേഖലകളിൽ അസാധാരണ കഴിവുള്ളവർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. അവർക്ക് ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള ശുപാർശ കത്ത് അല്ലെങ്കിൽ അംഗീകാരം ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും UAE മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിസകൾ അടുത്ത മാസം മുതൽ തന്നെ ആരംഭിക്കുകയാണ്.
അതിനാൽ തന്നെ പ്രവാസികൾക്ക് ഈ വാർത്ത സന്തോഷം പകരുന്നതാണ്. വേഗമാകട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.